കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 15 ശനിയാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ അറാദിലുണ്ടായ ഗ്യാസ് സിലിണ്ടർ അപകടത്തിൽ ദുരിതത്തിലായവരെ സഹായിക്കാനായി ദേശീയ ഫണ്ട് ശേഖരണ ക്യാമ്പയിൻ ആരംഭിച്ചു. അറാദ് വില്ലേജ് ചാരിറ്റി സൊസൈറ്റി, മുഹറഖ് മുനിസിപ്പൽ കൗൺസിൽ, മറ്റ് ചാരിറ്റി സൊസൈറ്റികൾ എന്നിവരുടെ പിന്തുണയോടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. അറാദിലെ സീഫ് മാളിന് സമീപത്തെ കെട്ടിടത്തിലുണ്ടായിരുന്ന ബഹ്റിനി റെസ്റ്റോറൻറ്റിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ 2 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പൂർത്തിയായതായും സ്ഥലം സുരക്ഷിതമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്തെ 400 മീറ്റർ ചുറ്റളവിൽ പൊട്ടിത്തെറിയുടെ ആഘാതമുണ്ടായിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം 10 വീടുകൾ, 10 കടകൾ, 7 കാറുകൾ എന്നിവയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായാണ് വിലയിരുത്തുന്നത്. തകർന്ന ജനലുകൾ, മറ്റ് ഗ്ലാസ് ഡോറുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ മാറ്റിസ്ഥാപിക്കാനും സമീപത്തെ കെട്ടിടങ്ങളിൽ രൂപപ്പെട്ട വിള്ളലുകൾ, തകർന്നു വീണ മേൽക്കൂരകൾ എന്നിവ പുനർനിർമ്മിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി 1 ലക്ഷം ദിനാർ ശേഖരിക്കാനാണ് ലക്ഷ്യം. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ താമസ നിയമലംഘനം നടത്തിയതിന് 3039 പേർ അറസ്റ്റിലായി. 2024 ജൂലൈ മുതൽ 2025 ഫെബ്രുവരി 11 വരെയുള്ള കണക്കുകളാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എവിഡൻസ് ജനറൽ ഡയറക്ടറേറ്റിലെ CID വിഭാഗം പുറത്തിറക്കിയ പ്രസ്താവനയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അറസ്റ്റിലായവരിൽ നിയമവിരുദ്ധ മദ്യവിൽപ്പന, മയക്കുമരുന്ന് കൈവശം വെക്കൽ തുടങ്ങി വിവിധ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട പ്രതികളുമുണ്ട്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധനകൾ ഡയറക്ടറേറ്റ് കർശനമാക്കിയിട്ടുണ്ടെന്നും ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 999 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും പൊതുജനങ്ങളോട് അറിയിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷൻ സംഘടനാ ഭാരവാഹികൾക്കായി KCA ഹാളിൽ സംഘടനാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതം പറഞ്ഞ പഠന ക്യാമ്പ് പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സംഘടനാ പഠന ക്യാമ്പ് കമ്മിറ്റി അംഗങ്ങളായ അനോജ് മാസ്റ്റർ, നിസാർ കൊല്ലം, രാജ് ഉണ്ണികൃഷ്ണൻ, കിഷോർ കുമാർ, ബിനു കുണ്ടറ, പ്രശാന്ത് പ്രബുദ്ധൻ എന്നിവർ സംഘടനയുടെ ഭരണഘടനാ പ്രവർത്തനം, സാമ്പത്തികം, അച്ചടക്കം, ചാരിറ്റി, മെമ്പർഷിപ്പ് പ്രവർത്തനം മുതലായ വിഷയത്തിൽ ക്ലാസ് എടുത്തു. 40ഓളം വരുന്ന സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും 60ഓളം വരുന്ന ഏരിയ കമ്മിറ്റി ഭാരവാഹികളും പഠന ക്യാമ്പിൽ പങ്കെടുത്തു. തുടർന്നുള്ള പൊതുസമ്മേളനത്തിൽ KMCC ജനറൽ സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തനം പ്രഭാഷകനുമായ ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സാമൂഹിക പ്രവർത്തനം മനുഷ്യകടമ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. KPA വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറിമാരായ അനിൽകുമാർ, രജീഷ് പട്ടായി, അസിസ്റ്റന്റ് ട്രഷറർ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. KPA ട്രഷറർ മനോജ് ജമാലിന്റെ നന്ദിയോടുകൂടി പഠന ക്യാമ്പ് അവസാനിച്ചു. IYCC ബഹ്റൈൻ ഗുദൈബിയ ഹൂറ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഹൈബ് എടന്നൂർ സ്മാരക വിദ്യാനിധി സ്കോളർഷിപ്പ് വിതരണം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു. IYCC ബഹ്റൈൻ സൽമാനിയ ഏരിയ സെക്രട്ടറി മുഹമ്മദ് റജാസ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഷുഹൈബിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഏറ്റെടുത്ത ഒരു കുടുംബത്തിലെ 4 വിദ്യാർത്ഥികൾക്കാണ് പഠന സ്കോളർഷിപ്പ് നൽകുന്നത്. സ്കോളർഷിപ്പ് സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് മട്ടന്നൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജിതിൻ കൊളപ്പ ഏറ്റുവാങ്ങി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി കോടിയാട്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, രാഹുൽ വെച്ചിയോട്ട്, DCC കണ്ണൂർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, IACC വക്താവ് ഡോക്ടർ ഷമ മുഹമ്മദ്, ഷുഹൈബിന്റെ പിതാവ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും അസംഘടിത തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ റിജിൽ മാക്കുറ്റി തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു. ഇടപ്പാളയം ആഗോള പ്രവാസി കൂട്ടായ്മ ബഹ്റിൻ ചാപ്റ്റർ വാർഷിക ജനറൽ ബോഡി യോഗവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ വരണാധികാരി രാജേഷ് നമ്പ്യാരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് സരോജ സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഫൈസൽ ആനോഡിയിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷാഹുൽ കാലടി 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രാമചന്ദ്രൻ പോട്ടൂർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. പുതിയ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ഷമീല കണ്ടകത്ത് നന്ദി പറഞ്ഞു. പുതിയ ഭാരവാഹികളായി വിനീഷ് കേശവൻ പ്രസിഡന്റ്, ഷമീല കണ്ടകത്ത് ജനറൽ സെക്രട്ടറി, ശിവപ്രസാദ് ട്രഷറർ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഷാഹുൽ കാലടി, രതീഷ് സുകുമാരൻ എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഷിജി ഗോപിനാഥ്, ഹാരിസ് മറവഞ്ചേരി എന്നിവർ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫൈസൽ ആനോഡിയിൽ, രാമചന്ദ്രൻ പോട്ടൂർ, മുരളീധരൻ, പ്രദീപ് തറമ്മൽ, പ്രത്യൂഷ് കല്ലൂർ, പ്രദീപ് പുത്തൻകോട്, രാഹുൽ ദേവദാസ്, ഐശ്വര്യ ശങ്കർ എന്നിവരാണ് മറ്റു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി
3.3% മുതൽ. 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. തണൽ ബഹ്റൈൻ ചാപ്റ്റർ നടത്തുന്ന കുടുംബസംഗമത്തിൽ ചെയർമാൻ ഡോക്ടർ ബി ഇദ്രീസ് പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഗമത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വിപുലമായ സ്വാഗത സംഭവം രൂപവൽക്കരിച്ചു. യോഗത്തിൽ ചാപ്റ്റർ പ്രസിഡന്റ് നജീബ് കടലായി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുജീബ് മാഹി സ്വാഗതം പറഞ്ഞു. ട്രഷറർ UK ബാലൻ, ചീഫ് കോർഡിനേറ്റർ റഷീദ് മാഹി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. അസീൽ അബ്ദുൾ റഹ്മാൻ ചെയർമാനും, ശ്രീജിത്ത് കണ്ണൂർ വൈസ് ചെയർമാനും, ലത്തീഫ് അയഞ്ചേരി ജനറൽ കൺവീനറും, ജമാൽ കുറ്റിക്കാട്ടിൽ, ഫൈസൽ പട്ടാണ്ടിയിൽ, ഹരീന്ദ്രൻ, ഫൈസൽ മടപ്പള്ളി എന്നിവർ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് രൂപവൽക്കരിച്ചത്. ഫെബ്രുവരി 21 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മുതൽ സെഗായ BMC ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ICF ഇസ ടൗൺ റീജിയൻ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. തലയുയർത്തി നിൽക്കാം എന്ന ശീർഷകത്തിൽ നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന് ശേഷം നടന്ന വാർഷിക കൗൺസിൽ ഉസ്മാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ നിസാമുദ്ദീൻ മദ്നി ഉദ്ഘാടനം ചെയ്തു. CK അഹമ്മദ് ഹാജി പ്രസിഡന്റ്, അബ്ബാസ് മണ്ണാർക്കാട് ജനറൽ സെക്രട്ടറി, സോഫി ഹാജി ഫൈനാൻസ് സെക്രട്ടറി എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ഡെപ്യൂട്ടി പ്രസിഡന്റുമാരായി ഇമ്പച്ചി കോയാത്തങ്ങൾ, അഷ്റഫ് കണ്ണൂർ, ഷമീർ പട്ടാശ്ശേരി എന്നിവരെയും സെക്രട്ടറിമാരായി റാഷിദ് ഹാലളി, ഫൈസൽ അലനല്ലൂർ, ഫിറോസ് ഖാൻ, ഷനിൽ തൃശൂർ, ബഷീർ അസ്ലമി, മുഹമ്മദ് വയനാട്, അബ്ദുൽ ഫതഹ്, ഷിഹാബ് അണ്ടത്തോട്, സദഗത്ത്, ബഷീർ ആവള, അബ്ദുൽ സലാം കൂരാച്ചുണ്ടി എന്നിവരെയും 17 അംഗ സെനറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ബഹ്റൈൻ പ്രതിഭയുടെ റിഫ മേഖലാ കമ്മിറ്റി ടഗ് ഓഫ് വാർ അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു. അരങ്ങ് 2K25 എന്ന മത്സരം ഫെബ്രുവരി 21 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണി മുതൽ സിഞ്ചിലുള്ള അൽ അഹലി സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. മോഷ്ടിച്ച ബാങ്ക് കാർഡ് ഉപയോഗിച്ച് വാറ്റ് നികുതി അടച്ച ഏഷ്യക്കാരന് 5 വർഷത്തെ തടവും 5000 ദിനാർ പിഴയും ശിക്ഷ. 50,000 ദിനാറിൻ്റെ വാറ്റ് നികുതിയാണ് 34-കാരനായ പ്രതി അടച്ചത്. ബഹ്റൈൻ ഹൈക്രിമിനൽ കോടതിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. തടവ് കാലാവധിക്ക് ശേഷം പ്രതിയെ നാടുകടത്തും. 300 ദിനാർ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി ബാങ്ക് കാർഡ് ഉപയോഗിച്ച് വാങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ കൂടുതൽ അന്വേഷിക്കുകയായിരുന്നു. തുടർ അന്വേഷണത്തിലാണ് പ്രതിയുടെ പക്കൽ നിന്ന് മോഷ്ടിച്ച കാർഡുകളും അതുപയോഗിച്ച് അടച്ച നികുതിയുടെ രേഖകളും കണ്ടെടുത്തിരിക്കുന്നത്. സ്വകാര്യ കോൺട്രാക്ടിംഗ് കമ്പനിക്ക് വേണ്ടിയാണ് പ്രതി കാർഡ് ഉപയോഗിച്ച് നികുതി അടച്ചത്. കഴിഞ്ഞ 27 വർഷമായി ബഹ്റൈൻ പ്രവാസിയായിരുന്ന കാസർഗോഡ് സ്വദേശി ഹരിദാസ് NP നിര്യാതനായി. 59 വയസ്സായിരുന്നു പ്രായം. ബഹ്റൈൻ മിനിസ്ട്രി ഹോസ്പിറ്റലിലും BDFലും ബയോമെഡിക്കൽ എഞ്ചിനീയറായി സേവനം ചെയ്തു വരികയായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി മുഹമ്മദ് ബിൻ ഖലീഫ കാർഡിയാക് സെന്ററിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ സവിത ഹരിദാസ്, മക്കളായ സൗരഭ്, സ്വപ്ന എന്നിവർ നാട്ടിൽ പഠിക്കുന്നു.